എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് എങ്ങനെ ബ്യൂട്ടി പാർലർ ഒന്നും പോകാതെ തന്നെ ക്ലീനപ്പ് ചെയ്യാം. അതും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, നമുക്ക് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു കോസ്റ്റും ഇല്ലാതെ തന്നെ നമ്മുടെ ഫേസ് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ക്ലൻസിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടി ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫേസ് എപ്പോഴും നമ്മൾ ഫേസ് ക്ലീനപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഫേസ് ക്ലീനപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ക്ലീനപ്പ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മാസത്തിൽ ഒരു തവണ മാത്രം നമ്മൾ ഫേസ് ക്ലീനപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ ഇതിൽ കാണിക്കുന്ന ചില സ്റ്റെപ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്ക്രബിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്, നമ്മുടെ ഫേസ് ഡള്ളായി തോന്നുമ്പോൾ. അല്ലാതെ ഈ ഒരു ഫുൾ പ്രോസസ്സും നിങ്ങൾ ഒരു മാസം കൂടുമ്പോൾ മാത്രം ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഫേസിനൊക്കെ നല്ലത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ്, കുരുക്കൾ വരുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ തരി പോലത്തെ കുരുക്കൾ വരുന്നത്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒരു ക്ലീനപ്പ് പ്രോസസ്സിങ് ചെയ്യുന്നത് കഴിയുമ്പോൾ ഈ നമ്മുടെ സ്കിൻ ഭയങ്കര നമ്മുടെ ക്ലീൻ ആവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ സ്മൂത്ത് ആവും. സ്കിന്നിലുള്ള ഡെഡ്സ് ഒക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ആവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്ലീനപ്പ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട്, ഇതൊക്കെ നമ്മുടെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ മാത്രമാണ് നമ്മൾ ക്ലീനപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ഫേസ് തൊടുമ്പോഴൊക്കെ ഇങ്ങനെ തരിതരിയായിട്ട് തോന്നുക, അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടൊന്നും തോന്നാതിരിക്കുക, അതുപോലെ തന്നെ ഡള്ളായിട്ട് ഫീൽ ചെയ്യുക. ഇത് നമ്മൾ ക്ലീനപ്പ് ഒന്നും ഒരു നല്ല സ്കിൻ കെയർ റൊട്ടീനൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ സ്കിൻ ഡേർട്ടി ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മുടെ സ്കിന്നിലുണ്ട് എന്നതാണ് അതിന് അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് മാസത്തിൽ നമ്മൾ ഒരു തവണ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന കുരുക്കളെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലീനപ്പ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ബ്യൂട്ടി പാർലർ, മിക്കവാറും ആളുകളും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ക്ലീനപ്പ് പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പകുതി പേരും ചിലപ്പോൾ പോയി ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഇതുപോലത്തെ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് അത് നല്ല നാച്ചുറൽ വേയിൽ നമുക്ക് ക്ലീനപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നും ബ്യൂട്ടി പാർലറിൽ പോയിട്ടൊന്നും ഈ ഒരു ക്ലീനപ്പോ അല്ലെങ്കിൽ ഫേഷ്യലോ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർക്ക് മിക്കവാറും അല്ലെങ്കിൽ ഒരു ക്ലീനപ്പ് പ്രോസസ്സേ ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇതൊക്കെ ഒന്ന് നമ്മൾ ചെയ്യണം. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡെഡ്സ് ഒന്നും ഇല്ലാതെ, കുരുക്കളൊന്നും വരാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രോസസ്സ് എന്തായാലും മാസത്തിൽ ഒരു തവണയും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്ലീനപ്പ് പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു നല്ലൊരു ഫേസ് വാഷ് ഇട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക എന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഫേസ് വാഷ് ഇട്ടാലും കുഴപ്പമില്ല, അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ കഴുകി ഫേസ് നമ്മൾ കഴിയുന്ന ശേഷം ഒരു തുണി വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുക. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഫേസ് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റോ മിൽക്കാണ്. റോ മിൽക്ക് അറിയാം, നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഒരു ക്ലെൻസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ റോ മിൽക്ക്. അതുകൊണ്ടാണ് ഞാൻ റോ മിൽക്ക് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് എടുക്കാം. തൈര് എടുത്താലും നിങ്ങൾക്ക് ഇതേ എഫക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തൈര് യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ യൂസ് ചെയ്യാം. ഈ റോ മിൽക്കും ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അവസാനം നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് ഇട്ട്, ഓയിലി ആയിട്ട് തോന്നും അല്ലെങ്കിൽ കുരു വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു റോ മിൽക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കോട്ടൺ പാഡ്സ് യൂസ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് ഡ്രൈ ആക്കാനായിട്ട് അനുവദിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്യേണ്ട, ഇത് അങ്ങനെ നമ്മുടെ ഫേസിലിട്ട് ലീവ് ചെയ്ത് ഇതുപോലെ ഡ്രൈ ആവട്ടെ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നന്നായി ആവി കൊള്ളുകയും ചെയ്യണം ഫേസ്. അപ്പോൾ ആവി കൊള്ളാൻ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഒന്നില്ലെങ്കിൽ തിളയ്ക്കുമ്പോൾ ഇതുപോലെ ആവി വരും, അത് നമുക്ക് ഫേസിലേക്ക് കൊള്ളാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പുതപ്പോ കട്ടിയുള്ള തുണി ഇട്ടിട്ട് ഇതുപോലെ ആവി കൊള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലും തുണി മുക്കി വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ
ഇങ്ങനെ ഒപ്പിക്കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവി കൊള്ളാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവി കൊണ്ടതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്താലാണ് നമ്മുടെ ഡെഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ ആവി കൊണ്ടെന്ന് വെച്ച് നമ്മുടെ പോഴ്സസ് ഒക്കെ ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഫേസ് ക്ലീൻ ആക്കാൻ വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പോഴ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്പൺ ആക്കണം. എന്നാലേ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ നെക്സ്റ്റ് ഒരു മാസ്ക് എന്താണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു മുട്ടിൻ്റെ വെള്ളയാണ്. വെള്ളം മാത്രം, ഒരു മുട്ടൻ്റെ വെള്ളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മളൊരു അരമുറി ലെമൺ ജ്യൂസിൻ്റെ ഒരു 10 ഡ്രോപ്സ് ഒക്കെ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയുണ്ട് വേണ്ടത്. പഞ്ചസാര അറിയാം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബ്രൂ ആണെങ്കിൽ ബ്രൂ എടുക്കാം. ഈ ഒരു സാധാരണ ഒരു കോഫി പൗഡർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസിന് അത്ര ഹാർഡായിട്ട് എന്താണ് സ്ക്രബിങ് ചെയ്യുക അങ്ങനെ വരില്ല. അതുപോലെ തന്നെ മൈൽഡായിട്ട് സ്ക്രബും ചെയ്യും. പക്ഷേ എന്നാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിലാണ് കിട്ടുക കേട്ടോ. അതിനുശേഷം ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു ബാറ്ററിലാണ് നമുക്ക് കിട്ടുക. അതിന് ശേഷം നമ്മുടെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ആവി കൊണ്ടതിന് ശേഷം പോഴ്സസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രബിങ് കൂടി ചെയ്യുമ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആവും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കും കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ മുട്ടൻ്റെ വെള്ളം എന്തിനാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ മുട്ടൻ്റെ വെള്ളം നല്ലതാണ്. അതുപോലെ തന്നെ റിങ്കിൾസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ മുട്ടൻ്റെ വെള്ളം നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു പീൽ ഓഫ് മാസ്ക് ഇട്ടിട്ട് നമുക്കത് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക, ആ ഒരു റിസൾട്ടായിരിക്കും. പക്ഷെ അത് പീലായി പോവില്ല. പക്ഷെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡീപ്പായിട്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ, വലിച്ചെടുത്ത് റിമൂവ് ചെയ്യാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യണത് എങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ പെയിനൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു മാസ്കാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മുട്ടൻ്റെ വെള്ളയിൽ നിങ്ങൾക്ക് പഞ്ചസാര നമ്മൾ ചേർക്കണത് എന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാരയും അതുപോലെ ഒരു നല്ലൊരു നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡെഡ്സൊക്കെ സെൽസൊക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പഞ്ചസാര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും നമുക്ക് കിട്ടും. അപ്പോൾ കാപ്പിപ്പൊടിയും ചെറിയൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും. പിന്നെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ റിമൂവ് ചെയ്യാനൊക്കെ കാപ്പിപ്പൊടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷമാണ് ഇത് ലീവ് ചെയ്യാൻ വിടേണ്ടത്. അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. നല്ല തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിയാലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ മുഖം വാഷ് ചെയ്യാതെ തന്നെ ഒരു നൂലെടുക്കുക. നൂലെടുത്തതിന് ശേഷം ഫേസിൽ അങ്ങനെ നന്നായിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അധികം വേദനിക്കാവുന്ന രീതിയിൽ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഉണ്ടാവുന്ന ഡെഡ് സ്കിൻസൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ എന്തെങ്കിലും ഡേർട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് റിമൂവ് ചെയ്യാൻ നന്നായി ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പോൾ വേറെ ടൂൾ എന്തെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം. ഇതാകുമ്പോൾ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുകയും ചെയ്യും, എളുപ്പമാണ്, അധികം പെയിനും ഉണ്ടാവില്ല. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ഡെഡ് സ്കിൻസൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മളിതിങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഈ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എപ്പോഴും ഫേസൊക്കെ തുടയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര അതുപോലത്തെ തോർത്തൊക്കെ വെച്ചിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാനും ഡാമേജ് ആക്കാനൊക്കെ കാരണമാവും കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാകും, നമ്മുടെ ഒരു ഗ്ലോ വന്നിട്ടുണ്ടാവും കേട്ടോ ഫേസിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐസ് ക്യൂബ്. നമ്മുടെ ഓൾറെഡി ഓപ്പൺ ആയിരിക്കും നമ്മുടെ പോഴ്സസ് ഒക്കെ. അപ്പോൾ അതൊന്ന് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഡാമേജ് ഇത്രയും പ്രോസസ്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഡാമേജ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐസ് ക്യൂബ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസിൽ തരി പോലത്തെ കുരുക്കളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തേങ്ങ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഐസ് ക്യൂബ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊരു ടോണറായിട്ട് ഇത് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ തേങ്ങ വെള്ളം ഒന്നിനെയും ഇതുപോലെ ഫ്രീസറിൽ വെക്കാം, അല്ലെങ്കിൽ സാധാരണ വെള്ളം ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോഴ്സ് ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഇനി പുറത്തുള്ള ഡെഡ്സ് ഒന്നും നമ്മുടെ ഈ പോഴ്സിലേക്ക് കയറി ഇരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യണത് കേട്ടോ.
അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകാം, അല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ലീവ് ചെയ്യാണ്. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആയി ടോണർ പോലെ വർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലീനപ്പ് പ്രോസസ്സിങ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ മാസത്തിൽ ഒരു തവണയൊക്കെ ഞാൻ ഓൾറെഡി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മാസത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ക്ലീനപ്പ് ചെയ്യുന്ന പ്രോസസ്സിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ. അല്ലെങ്കിൽ ഈ ക്ലീനപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ മാസത്തിൽ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ക്ലീനപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.